എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1-2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ഇൻസർട്ട് 4 നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 486. അതായത് 2ന്റെയും 486ന്റെയും ഇടയിൽ 4 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ ഞാൻ 4 ബോക്സുകൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ മക്കളെ. 4 ബോക്സുകൾ ഇൻസർട്ട് ചെയ്യാൻ സച്ച് ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ആരാവണം? ഒരു GP ആവണം. അപ്പൊ 4 ബോക്സുകളിൽ ആൾക്കാര് നമ്പേഴ്സ് N1 N2 N3 N4 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇവരിങ്ങനെ ഒരുമിച്ച് കയറി നോക്കുമ്പോ ഇവരാരെ പോലെ തോന്നണം മക്കളെ? നമുക്ക് ഒരു GPനെ പോലെ തോന്നണം. ഇതാണ് കണ്ടീഷൻ. സംശയമില്ല മക്കളെ, ഇത്ര ഉള്ള പരിപാടി. അപ്പൊ നമുക്കറിയാം ഒരു GPയിലെ കഥകൾ അറിയാം. ഒരു കോൺസ്റ്റന്റ് ടേം ഇങ്ങനെ കുണിച്ച് പോവാണല്ലേ GP. അതായത് ഈ 2 കഴിഞ്ഞു അടുത്ത ടേമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു സാധനം കൊണ്ട് ഗുണിക്കും. ആ സാധനത്തിന്റെ പേരാണ് നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്ന സാധനം. 6 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. 6 കിട്ടിക്കഴിഞ്ഞാൽ ഈ 2നെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ N1 കിട്ടി. അടുത്ത ടൈം കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ ഒരു 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് N2 കിട്ടി. അങ്ങനെ നമുക്ക് N4 വരെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാം. നമുക്ക് ഇവിടെ ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഇനി 1 2 3 4 5 ആറാമത്തെ ടേം A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 486 കിട്ടിയിട്ടുണ്ട്. അപ്പോ നമുക്കറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. n-ാം പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. AR⁻n-1 ആണ് ഒരു GPയുടെ n-ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലനെ പറഞ്ഞ ഫോർമുലയാണ് AN = AR⁻n-1. ആ സാധനം ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ A × ആർക്കാദം 5 = 486 എന്ന് പറഞ്ഞാൽ വരും. അതിൽ A എന്ന് പറഞ്ഞാൽ 2 ആണ്. ആർക്കാദം 5 അവിടെ എടുക്കട്ടെ, 486. അപ്പൊ ആർക്കാദം 5 = 486 / 2 വരും. 486/2 എത്ര മക്കളെ? ഡിവൈഡ് ചെയ്യുമ്പോ 2 4 3 എന്ന് വരും അല്ലെ. അപ്പൊ ആർക്കാദം 5 = എത്ര വന്നു മക്കളെ? നമുക്ക് 243. സംശയമില്ല. അപ്പൊ എന്തിന്റെ കാദം 5 ആണ് 243 എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ അല്ലെ മക്കളെ? എന്തിന്റെ കാദം 5 ആണ് 243 കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിക്കുക. 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം 27. 27 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ് മക്കളെ? 27 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 21 6 81. ഇന്റെ ഒരു 3 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 വന്ന് പിന്നെ ആരാ മക്കളെ? 8 × 3 24. അപ്പൊ മനസ്സിലായി നമുക്ക്. കാൽക്കുലേറ്റർ ചെയ്താൽ മതിട്ടാ. നമുക്ക് 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആരാണ് മക്കളെ? 3 കാദം 5 ആണ്. അതായത് 6 = നമ്മുടെ 3. 6 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് N1 N2 ഒക്കെ കണ്ടുപിടിച്ചൂടെ മക്കളെ? നമ്മുടെ GP കണ്ടുപിടിക്കാൻ വളരെ എളുപ്പല്ലേ? എങ്ങനെ? 2 അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ആരെ കൊണ്ട് ഗുണിക്കുക? ഈ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 6. അടുത്ത ടേം കണ്ടുപിടിക്കാൻ ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര മക്കളെ? 18. അടുത്ത ടൈം കണ്ടുപിടിക്കാൻ ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 18 × 3 എത്ര മക്കളെ? നമുക്ക് 18 × 3 54 അല്ലേ? 54. അടുത്ത ടൈം കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര മക്കളെ വരാം? 162 എന്ന് പറഞ്ഞിട്ട് വരും. അടുത്ത ടൈമിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഗുണിക്കുക മക്കളെ? ഇതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാൽ ഓൾറെഡി അറിയാം 486 അറിയാം. സംശയമില്ല, കുഴപ്പമില്ല. ഇത്ര ഉള്ള പരിപാടി. സിമ്പിൾ കഥയാണ്. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ആരാണ്? ഈ ആൾക്കാരാണ് നമ്മുടെ 4 നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം. സീനില്ല മക്കളെ, പ്രശ്നമില്ല. ചിലപ്പോ ഇതുപോലെ 4 നമ്പേഴ്സ് ഇൻസെർട്ട് ചെയ്യുന്ന പകരം 2 നമ്പർ 3 നമ്പർ ഇൻസെർട്ട് ചെയ്യാനൊക്കെ പറയും. അപ്പോഴും പുഷ്പം പോലെ നമുക്ക് പോലെ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം. ആദ്യ പദം എന്നുണ്ട്, അവസാന പദം എത്രാമത്തെ നോക്കുന്നത്? 6ാം പദമാണ്. അപ്പൊ അതിന്റെ ഫോർമുല എഴുതി. ഇനിയിപ്പോ 2 ടൈം ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് 4ാമത്തെ ടൈം ആയിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ സ്ഥാനം വരെ. അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. സംശയമില്ലല്ലോ മക്കളെ. പുഷ്പം പോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ബൈ.